ദാനിയേൽ 3-ാം അധ്യായത്തിൻ്റെ കാതൽ മരണഭയത്തിലും ദൈവത്തിന് നൽകേണ്ട അചഞ്ചലമായ വിശ്വസ്തതയും അവിടുത്തെ പരമാധികാരവുമാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വർണ്ണബിംബത്തെ ആരാധിക്കാൻ വിസമ്മതിച്ച ശദ്രക്, മേശക്, അബ്ദനഗോ എന്നിവരുടെ കഥ ഭീഷണികൾ നേരിടുമ്പോഴും നമ്മളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ ഓരോരുത്തരെയും ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനാണ്. അവിടുന്ന് ഞങ്ങളെ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവെ അങ്ങയുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. എന്നാൽ അവിടുന്ന് രക്ഷിച്ചില്ലെങ്കിൽ കൂടി രാജാവെ അങ്ങയുടെ ദേവന്മാരെ ഞങ്ങൾ ആരാധിക്കുകയില്ല, അങ്ങ് സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയുമില്ല എന്ന അവരുടെ മറുപടി വിശ്വാസത്തിൻ്റെ ഉച്ചകോടിയിലുള്ള എക്സ്പ്രഷനാണ്. ഭൗമികമായ അധികാരത്തേക്കാൾ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകാനുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും കടമയെ ഇത് അടിവരയിട്ട് പറയുന്നു. ഈ സംഭവം നടക്കുന്നത് ബാബിലോണിയൻ പ്രവാസകാലത്താണ്. യഹൂദജനം തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് അകറ്റപ്പെട്ട് വിജാതീയ രാജാവിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം. രാജാവ് തൻ്റെ അധികാരം ഉറപ്പിക്കുവാനും സാമ്രാജ്യത്തിൽ മതപരമായ ഏകീകരണം കൊണ്ടുവരാനുമാണ് ഈ വലിയ പ്രതിമ സ്ഥാപിച്ചതും മനുഷ്യൻ തൻ്റെ മഹത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രതീകമായി ഈ ബിംബം ഇന്നും നമ്മളുടെ ഓരോരുത്തരുടെയും ചുറ്റും നമ്മളുടെ ഉള്ളിലും നിലകൊള്ളുന്നു. രാജാവിൻ്റെ ദൃഷ്ടിയിൽ ഇത് രാഷ്ട്രത്തോടുള്ള കൂറില്ലായ്മയായിരുന്നു. എന്നാൽ ഈ 3 യുവാക്കൾക്ക് ഇത് മോശ വഴി ദൈവം നൽകിയ 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പനകളുടെ തീവ്ര ലംഘനമായിരുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഈ യുവാക്കളുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസം ഭയത്തിൽ നിന്ന് സ്വതന്ത്രമാണെന്നാണ്. രക്ഷിച്ചില്ലെങ്കിൽ കൂടി എന്ന അവരുടെ വാക്കുകൾ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള സംശയമായിരുന്നില്ല, പ്രത്യുത ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി കീഴടങ്ങാനുള്ള സന്നദ്ധത, സബ്മിഷൻ, സറണ്ടറിങ് ആയിരുന്നു. ദൈവം അവരെ തീയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചു എന്നത് സത്യം. എന്നാൽ ചിലപ്പോൾ ദൈവം നമ്മെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നില്ല, മറിച്ച് പരീക്ഷണങ്ങളിലൂടെ നമ്മോടൊപ്പം നടക്കുകയും അതിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുകയുമാണ് ചെയ്യുന്നത്. തീ നിന്നെ ദഹിപ്പിക്കുകയില്ല, ജ്വാല നിന്നെ ചുട്ടരിക്കുകയുമില്ല. ഏശയ്യാ 43:2 എന്ന വാഗ്ദാനം പോലെ ദൈവം അവരുടെ കൂടെ ചൂളയിൽ ഉണ്ടായിരുന്നു. 4-മതൊരു വ്യക്തി അവരോടൊപ്പം നടക്കുന്നത് രാജാവ് കണ്ടു. ഇത് ദൈവപുത്രൻ്റെ, അതായത് ഈശോയുടെ ഒരു മുന്നോടിയായുള്ള പ്രത്യക്ഷപ്പെടലായി, പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് എന്ന് പല വിശുദ്ധരും പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പാപപങ്കിലമായ ലോകവും സമാനമായ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. സുഖലോലുപത, ജഡികാസക്തി, സമ്പത്ത്, അധികാരം, ഇൻസെക്യൂരിറ്റി, ലൗകികമായ ആഗ്രഹങ്ങൾ, സോഷ്യൽ മീഡിയയിലെ അംഗീകാരം, സോഷ്യൽ മീഡിയ ഭ്രമം എന്നിവയെല്ലാം നമ്മുടെ വിശ്വാസത്തിന് ഭീഷണിയാകാവുന്ന കാര്യങ്ങളാണ്. ഈ ലോകത്തിലെ പ്രലോഭനങ്ങൾക്ക് നാം കീഴടങ്ങുമ്പോൾ ദൈവത്തിന് അർപ്പിക്കേണ്ട ആരാധനയിൽ കുറവ് സംഭവിക്കുന്നു എപ്പോഴും എന്ന് തിരിച്ചറിയുക. ഭൗതിക നേട്ടങ്ങൾക്കായി നാം നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളെ ബലികഴിക്കാൻ അനുദിനം പ്രേരിപ്പിക്കപ്പെടുന്നു. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മെ ഒറ്റപ്പെടുത്തുകയോ പരിഹസിക്കപ്പെടുകയോ ചിലപ്പോൾ നമ്മുടെ ജോലി തന്നെ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിലുള്ള തീച്ചൂള അനുഭവങ്ങളിലേക്ക് നമ്മെ നയിച്ചേക്കാം. സഹോദരങ്ങളെ, ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യത്തോടെ നിലകൊള്ളാൻ നാം തയ്യാറാകണം എന്നാണ്. ഭൂരിപക്ഷത്തോടൊപ്പം ചേരാതെ സത്യത്തിൻ്റെ, ന്യായത്തിൻ്റെ, ശരിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള ചങ്കൂറ്റം നാം ആർജിക്കണം. വിശുദ്ധ പോളികാർപ്പ് രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ 86 വർഷമായി ഞാൻ അവിടുത്തെ സേവിക്കുന്നു. അവിടുന്ന് എന്നോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ച എൻ്റെ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? ഈ വാക്കുകൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ആഹ്വാനമാണ്. നാം നേരിടുന്ന അഗ്നി പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കാനും ദൈവത്തിൻ്റെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്താനുമുള്ള അവസരങ്ങളായി മാത്രം കരുതണം. അത് അങ്ങനെ തന്നെയാണ്. ഈ പഴയ നിയമസംഭവം പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മനോഹരമായ പ്രതീകവുമാണ്. പീഡനങ്ങളും അഗ്നി പരീക്ഷണങ്ങളും സഭയുടെ, കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. വെളിപാട് പുസ്തകം അതിൻ്റെ കാലത്ത് വരാനിരിക്കുന്ന, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കാനും പോകുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ വലിയ പീഡനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് വേദപുസ്തകം ഉറപ്പ് നൽകുന്നു. ദാനിയേലിൻ്റെ കൂട്ടുകാർക്ക് തീച്ചുളയിൽ സാന്ത്വനമായി 4-മതൊരുവൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ എപ്പോഴുമുള്ള സാന്നിധ്യവും ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന ഈശോയുടെ ഉറപ്പുമുണ്ട്.
മത്തായി 28:20 പറയും പോലെ. സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങുന്ന ഈ അന്ത്യകാല നിമിഷത്തിൽ ഈ യുവാക്കളെ പോലെ നമുക്കും വിശ്വസ്തരായി നിലനിൽക്കാം. ഈ ലോകത്തിലെ നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിത്യജീവനെ ദയവായി കളഞ്ഞു കുളിക്കരുതേ. ഏത് സഹനത്തിൻ്റെ ചൂളയിലൂടെ കടന്നു പോയാലും കർത്താവ് നമ്മോടൊപ്പമുണ്ടെന്നും അവിടുത്തെ ഇഷ്ടമാണ് ഏറ്റവും ഉത്തമമെന്നും പൂർണ്ണമായി വിശ്വസിച്ച് ധൈര്യപൂർവ്വം അവിടുത്തെ രണ്ടാം വരവിനായി കാത്തിരിക്കാം.